നമസ്കാരം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളത് വിട്ടുകളയുക. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം പറയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. ബോട്ടം വന്നത് ക്യൂൻ ഓഫ് സോർഡ്സ് ആണ്. ദ സ്റ്റാർ, ത്രീ ഓഫ് സോർഡ്സ്, എയ്റ്റ് ഓഫ് സോർഡ്സ്, 10 of Pentacles, Queen of Pentacles, Knight of Wands. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ കാർഡുകൾ പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ വളരെ ആഴമേറിയതും എന്നാൽ സങ്കീർണവുമായ വികാരങ്ങളാണ് ഉള്ളതെന്നാണ്. ദ സ്റ്റാർ കാർഡ് പറയുന്നത് അവരുടെ മനസ്സിലെ പ്രത്യാശയുടെയും യഥാർത്ഥ പ്രണയത്തിൻ്റെയും പ്രതീകമാണ് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചവും സമാധാനവും കൊണ്ടുവരുമെന്ന് അവർ വിശ്വസിക്കുന്നു. നിങ്ങളോടുള്ള പ്രണയം അവരുടെ ഉള്ളിൽ ഒരു ശുഭപ്രതീക്ഷയായി, ഒരു സുന്ദരമായ സ്വപ്നമായി ഇപ്പോഴുമുണ്ട്. അടുത്ത കാർഡ് 3 ഓഫ് സോർഡ്സ് ആണ്. ഈ കാർഡ് പറയുന്നത് അവരുടെ മനസ്സിൽ വലിയൊരു വേദനയോ ഹൃദയഭാരമോ ഉണ്ട് എന്നാണ്. ഭൂതകാലത്തിലുണ്ടായ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ നിലവിലെ സാഹചര്യങ്ങൾ അവരുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നുണ്ട്. അടുത്ത കാർഡ് 8 ഓഫ് സോർഡ്സ്. ഈ കാർഡ് വ്യക്തമാക്കുന്നത് അവർ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസികമായ തടസ്സങ്ങളെയാണ്. അവർ സ്വന്തം ചിന്തകളിൽ തന്നെ തളച്ചിടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് മുന്നോട്ട് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ചില ഭയങ്ങളും ചിന്തകളും അവരെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതാണ് കാര്യങ്ങൾ തുറന്നു പറയാൻ ഇത്രയും വൈകുന്നതിൻ്റെ പ്രധാന കാരണം. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് കാർഡുമുണ്ട്. ഈ കാർഡ് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ വെറും ഒരു താൽക്കാലിക പ്രണയമായിട്ടല്ല കാണുന്നത്. നിങ്ങളോടൊപ്പം ഒരു മികച്ച ഭാവി കെട്ടിപ്പടുക്കാനും ദീർഘകാലം ഒന്നിച്ച് ജീവിക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. വിവാഹം അവരുടെ മനസ്സിലുണ്ട്. ഇത്രയും ശക്തമായ അടിത്തറയുള്ള പ്രണയം അവർക്ക് നിങ്ങളോടുള്ളതുകൊണ്ടാണ് എന്നും അവർ നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്. ക്യൂൺ ഓഫ് പെൻറ്റക്കിൾസ് കാർഡ്. ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്നത് ജീവിതത്തിന് എല്ലാവിധ തണലും തരാൻ കഴിയുന്ന സ്നേഹസമ്പന്നയായ അല്ലെങ്കിൽ സമ്പന്നനായ ഒരു രാജ്ഞി അല്ലെ രാജാവിനെ പോലെയാണ്. നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കാനും ഒരു കുറവും വരാതെ നോക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ബന്ധത്തിൽ തിടുക്കം കൂട്ടാതെ വളരെ പക്വതയോടെയും പ്രായോഗികതയോടെയും കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഈ കാർഡ് അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻഡ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് അവരുടെ മനസ്സിൽ ഉത്തരവാദിത്വ ബോധമുണ്ട്. താൻ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് വെറും ഒരു വാക്കിലാകരുത്, മറിച്ച് ഒരുമിച്ച് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ട് വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തയാണ് പറയാൻ മാത്രം വൈകുന്നു എന്ന് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ അവരുടെ ഉള്ളിൽ നിങ്ങളോടൊരു കുടുംബം തുടങ്ങാനുള്ളത്ര ആഴമേറിയ പ്രണയമുണ്ട്. നിലവിൽ സാഹചര്യങ്ങൾ അനുകൂലമാകാൻ വേണ്ടി മാത്രമാണ് അവർ കാത്തിരിക്കുന്നത്. എന്നാൽ ഈ കാത്തിരിപ്പ് അധികകാലം നീണ്ടു നിൽക്കില്ല. വളരെ പെട്ടെന്ന് തന്നെ അവർ തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുക തന്നെ ചെയ്യും. ഇതാണ് കാർഡുകളിലൂടെ പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.